തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ വിലക്ക് തുടരും. ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രതിസന്ധികൾ ഉള്ളതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. തൃശൂർ കളക്ടർ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ടോൾ വിലക്ക് തുടരും എന്നുള്ളതാണ്. നേരത്തെ ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിലും കോടതി ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ സ്വീകരിക്കുന്ന നടപടികളിൽ ഒരു അതൃപ്തി കോടതിക്കുണ്ടോ വിഷ്ണു? കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടം മുതൽ ഇപ്പോൾ വരെ ചോദിക്കുന്നത് ഈ പണി പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ടോ, ഗതാഗത യോഗ്യമായിട്ടുണ്ടോ റോഡ് എന്നാണ്. അതിന്നും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് 18 ഇടങ്ങളിലാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. 13 ഇടങ്ങളിലെ പ്രതിസന്ധി പരിഹരിച്ചിട്ടുണ്ട്. ബാക്കി 5 ഇടങ്ങളിൽ പണി നടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഹർജിക്കാർ പറഞ്ഞ മറ്റൊന്ന് കാര്യമാണ്, ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല, മന്ദഗതിയിലാണ് പണി നടക്കുന്നത്, അപാകതകൾ ഒരുപാടുണ്ട്, അപകടങ്ങൾ പതിവാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഹർജിക്കാരോട് ഈ പരാതികളെല്ലാം തന്നെ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ പറയാൻ ആവശ്യപ്പെട്ടത്. ഇതുകൂടി പരിഗണിച്ച ശേഷം ഒരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചയായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക. അതുവരെ നിലവിൽ പാലിയേക്കര ടോൾ പിരിക്കാനുള്ള വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളതാണ് കോടതിയുടെ ആവശ്യം. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരിടപാടും പാടില്ല എന്ന് കോടതി കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. വിഷ്ണു, ഇത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു. അവിടെയാണ് കോടതിയുടെ ഇടപെടലും. അത്രത്തോളം ഗൗരവത്തോടു കൂടി തന്നെ കോടതി അതിനെ കാണുകയും ടോൾ വിലക്ക് വരികയും ഒക്കെ ചെയ്തു. പിന്നീട് കോടതിക്ക് തന്നെ ഈ ടോൾ വിലക്ക് 2-3 തവണ നീട്ടിവെക്കേണ്ട നിലയിലേക്ക് പോയി. പിന്നാലെ ഉണ്ടാകുന്ന നടപടികളിലും വേഗതയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണല്ലോ ഈ വിഷ്ണു സുരേഷ്. 39 ദിവസം പിന്നിടുന്നു പാലിയേക്കരയിൽ ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ട്. ആ 39 ദിവസം ലഭിച്ചിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അവിടുത്തെ പണി പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ഫാസ്റ്റായി ഇത്തരം വർക്കുകൾ ചെയ്യുന്ന 1ാം സ്ഥാപനം എന്നൊക്കെ അവർ തന്നെ അവകാശപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ 39 ദിവസമായിട്ടും ഈ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അവർക്ക് ആയിട്ടില്ല, ഗതാഗത യോഗ്യം ആയിട്ടില്ല എന്നാണ് കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്നത്. കോടതി അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോൾ വിലക്ക് നീട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് കോടതി ഇപ്പോൾ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും വ്യാഴാഴ്ച കോടതിക്ക് മുൻപാകെ പുതിയൊരു റിപ്പോർട്ട് എത്തും. ആ റിപ്പോർട്ടിന്മേൽ ഈ ഹർജിക്കാരുടെ പരാതികളൊക്കെ ഉണ്ടാകും. അതിൽ എന്ത് നടപടി നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിക്കുമെന്നുള്ളതും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഈ വിലക്ക് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.